ഭാരത ചരിത്രം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായിരുന്നു കലിംഗ യുദ്ധം. 10,000 മരിച്ചു വീണ ആ മണ്ണിൽ വിജയശ്രീലാളിതനായി നിന്ന ചക്രവർത്തി അശോകൻ അന്ന് ഭയപ്പെട്ടത് ശത്രുക്കളെ ആയിരുന്നില്ല, പകരം മനുഷ്യന്റെ അറിവിനെയായിരുന്നു. മനുഷ്യന്റെ ബുദ്ധി നശീകരണത്തിനായി ഉപയോഗിച്ചാൽ ഈ ലോകം തന്നെ ചാരമാകുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ അറിവുകളെ സംരക്ഷിക്കാൻ അദ്ദേഹം ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി. ഭാരതത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ 9 പേരെ തിരഞ്ഞെടുത്ത അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച 9 പുസ്തകങ്ങൾ അവർക്ക് കൈമാറി. ഇത് ലോകത്തെ നശിപ്പിക്കാനുള്ള ആയുധമല്ല, മറിച്ച് ലോകം നശിക്കാതിരിക്കാനുള്ള കാവലാണ് എന്നായിരുന്നു ആ കാവൽക്കാരോട് അശോകന്റെ കൽപ്പന. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ആ പുസ്തകങ്ങളിലെ ഓരോ അറിവും ലോകത്തെ വിറപ്പിക്കാൻ പോകുന്നവയായിരുന്നു. ആയുധങ്ങളില്ലാതെ ചിന്തകളിലൂടെ ഒരു ജനതയെ കീഴടക്കാനുള്ള വിദ്യ, ഒരു സ്പർശനം കൊണ്ട് ജീവനെടുക്കാനോ രക്ഷിക്കാനോ ഉള്ള നാഡീശാസ്ത്രം, വിനാശകരമായ ജൈവായുധങ്ങളുടെ നിർമ്മാണവും പ്രതിരോധവും എന്നിവയായിരുന്നു ആദ്യത്തെ 3 ഗ്രന്ഥങ്ങൾ. വെറും ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുന്ന രസതന്ത്രവും അന്യഗ്രഹ ജീവികളുമായി സംവദിക്കാനുള്ള വിദ്യകളും ഭൂഗുരുത്വാകർഷണത്തെ വെല്ലുന്ന വിമാനങ്ങളുടെ നിർമ്മാണ രീതിയും അടുത്ത 3 പുസ്തകങ്ങളിൽ അശോകൻ ഒളിപ്പിച്ചു വെച്ചു. കാലത്തിലൂടെ സഞ്ചരിക്കാനുള്ള വിദ്യയും പ്രകാശരശ്മികളെ ആയുധമാക്കുന്ന രീതിയും ഒടുവിൽ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയും തകർച്ചയും മുൻകൂട്ടി കണ്ട് അവയെ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രവും ആ 9 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു. നൂറ്റാണ്ടുകൾ കടന്നുപോയി, പല സാമ്രാജ്യങ്ങളും മണ്ണടിഞ്ഞു. പക്ഷേ ആ 9 പേർ ഇന്നും നമുക്കിടയിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവർ ഒരിക്കലും ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ഒരാൾ മരിക്കുമ്പോൾ അത്യന്തം വിശ്വസ്തനായ മറ്റൊരു വ്യക്തിക്ക് ആ പുസ്തകവും സ്ഥാനവും കൈമാറപ്പെടുന്നു. ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും ഉൾപ്പെടെയുള്ള ലോക പ്രശസ്ത ശാസ്ത്രജ്ഞർക്ക് ലഭിച്ച വിപ്ലവകരമായ പല അറിവുകളും ഈ പുസ്തകങ്ങളിൽ നിന്ന് ചോർന്നു കിട്ടിയതാണെന്ന് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. ലോകം വലിയൊരു വിനാശത്തിൻ്റെ അരികിലെത്തുമ്പോൾ ആരും അറിയാതെ ആ 9 പേർ ഇന്നും രംഗത്തിറങ്ങും. അവർ ചരിത്രത്തെ മാറ്റി വരയ്ക്കും, പക്ഷേ അവർ ആരാണെന്ന് ലോകം ഒരിക്കലും അറിയുകയില്ല. ഇന്നും ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ, ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തു പോലും, ഈ രഹസ്യ ഗ്രന്ഥങ്ങളിലൊന്നുമായി ആ 9-ൽ ഒരാൾ ഇരിക്കുന്നുണ്ടാകാം. അശോകൻ വിഭാവനം ചെയ്ത ആ രഹസ്യ സംഘം ഇന്നും ലോകത്തിൻ്റെ ഗതി നിശബ്ദമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കും.